പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും വോട്ടുകൾ ചെയ്ത് പെട്ടിയിലിട്ടിരിക്കുകയാണ്. പെട്ടിയിൽ ഇട്ട വോട്ട് 4-ാം തീയതി കൗണ്ട് ചെയ്യുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ തന്നെ നമുക്ക് ആകാംക്ഷ ഭരിതരായി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും തന്നെ ജിജ്ഞാസ ആവശ്യമില്ല. മത്സരാർത്ഥികൾക്കാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ജിജ്ഞാസയുടെ ആവശ്യമുള്ളത്. ഞാനിത് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കണം. ഞാൻ ശിവദാസൻ നന്ദ്യാട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ എന്ന് പറയുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വോട്ടഭ്യർത്ഥിച്ചത്. മറിച്ച് UDF ആവട്ടെ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരവുമായി ആണ് അവർ വോട്ടഭ്യർത്ഥിച്ചത്. രണ്ട് കൂട്ടരും ഒരു വിഭാഗം ഭരണവിരുദ്ധ വികാരമാണ് എന്നുണ്ടെങ്കിൽ മറുവിഭാഗം വികസനവുമായി ഞങ്ങൾ നടത്തിയ വികസനത്തിൻ്റെ തുടർഭരണം വേണമെന്നുള്ള രീതിയിലാണ് വോട്ടുകൾ അഭ്യർത്ഥിച്ചത്. എന്ത് തന്നെയായാലും 4-ാം തീയതി അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് കഴിയും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വികസനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വികസനം ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളോ പാലങ്ങളോ തോടുകളോ റോഡുകളോ മാത്രമല്ല. വികസനം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതചര്യകളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്. അതുമാത്രമല്ല, സുസ്ഥിര വികസനം മാത്രം പോരാ, അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രഥമ പരിഗണന കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. നമുക്കറിയാം, ഏറ്റവും അടിത്തട്ടിലുള്ള തൊഴിലാളി വർഗവും കർഷക തൊഴിലാളികളും അടങ്ങുന്ന നമ്മുടെ പ്രദേശത്തുള്ള തദ്ദേശവാസികൾ പട്ടിണിയും ദുരിതവും അർദ്ധപട്ടിണിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടതും അതുമാത്രമല്ല സ്ഥിതിസമത്വത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിരിക്കണം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രഥമ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് നമുക്ക് ആവശ്യം. പ്രാദേശികമായിട്ടുള്ള സഞ്ചാരീയമായിട്ടുള്ള റോഡുകൾ, കാർഷിക മേഖലയിൽ നമ്മുടെ ഗാർഹിക വിഭവത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, കർഷകർക്ക് വേണ്ട വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വിത്തുകൾ, വളങ്ങൾ, മറ്റ് കൃഷി ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള യന്ത്രവൽക്കരണങ്ങൾ, ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ഒരുക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. നല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അവർ നല്ല ഭരണാധികാരികളാവണമെന്നില്ല. നല്ല രാഷ്ട്രീയക്കാർ ഭരണാധികാരികളാവണമെന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അതിനുള്ള ഒരു ജ്ഞാനം അവർക്കില്ല എന്നുള്ളതാണ് പലതും നമ്മുടെ പ്രശ്നങ്ങൾ. യഥാർത്ഥ പ്രശ്നം അതാണ് ശരിക്കും. ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് തയ്യാറാവുന്നില്ല. ഞാൻ നേരത്തെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചത്, കെട്ടിടങ്ങളോ പാലങ്ങളോ അല്ലെങ്കിൽ വൻപൻ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള തോടുകളോ റോഡുകളോ എന്നും തന്നെ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ മുൻഗണനകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് കൊടുക്കേണ്ടത്, പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ മുൻഗണനകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പദ്ധതി വരുമ്പോൾ ഗുണവും ദോഷവും എന്താണെന്ന് നമ്മൾ വിലയിരുത്തണം. ഗുണമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ അത് ദോഷമാണ്, ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് എന്നുണ്ടെങ്കിൽ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നുള്ള എല്ലാ ബഹുഭൂരിഭാഗം വരുന്ന പദ്ധതികളും സ്വന്തം പോക്കറ്റിലേക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നവസമൂഹം മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും ജനങ്ങൾ ഉണരണം. ജനങ്ങൾ നല്ല അവഗാഹമായിട്ടുള്ള ജ്ഞാനം നേടേണ്ടിയിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് മുഖം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ, മതചിന്തകൾക്ക് അതീതമായിട്ട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും എന്താണ്,
എന്തെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങൾ, വ്യക്തിഗത ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രതികരിക്കാനോ പ്രതിഷേധിക്കുവാനോ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൻ്റെ ഈ സാമൂഹ്യമായിട്ടുള്ള അധപ്പതനത്തിൻ്റെ പ്രധാന കാരണം. നമ്മൾ ഓരോരുത്തരും സാമൂഹ്യമായിട്ടുള്ള അനീതിക്കെതിരായുള്ള സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. അതിന് പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല. മറിച്ച് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ ഭാവിയും, അല്ലെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും തെറ്റായിട്ടുള്ള വഴിത്താരയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ തിരുത്താനോ ശക്തമായിട്ട് ഇടപെടലുകളോ നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുസ്ഥിര വികസനത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ കാർഷിക മേഖലയിലുള്ളതും അതേപോലെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വികസന പ്രക്രിയയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിൽ അത്യാവശ്യമായി വരേണ്ടത്. നമുക്കറിയാം, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാലാവസ്ഥ മാറുന്നത്. മനുഷ്യൻ്റെ തെറ്റായിട്ടുള്ള ഈ പ്രകൃതിയോടുള്ള അത്യാർത്തി മൂത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. കാലാവസ്ഥ മാറുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യ സൃഷ്ടി തന്നെയാണ്. മനുഷ്യര സ്ഥാപിത താല്പര്യങ്ങളും സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനത്തിന് പകരം പ്രകൃതിയെ എങ്ങനെയൊക്കെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ മാക്സിമം എങ്ങനെയൊക്കെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനവുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന ജന്തുജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ ഇത് ഗുണം ചെയ്യില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ത് തന്നെയായാലും നിങ്ങൾ ഓരോരുത്തരും ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും തെറ്റായിട്ടുള്ള പ്രവൃത്തികളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയം മാറുന്നത് തെറ്റാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. രാഷ്ട്രീയം മാറേണ്ടത് തന്നെയാണ്. പക്ഷേ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാവരുത് രാഷ്ട്രീയ മാറ്റം. അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അധികാര സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മാറ്റമാകാമല്ല. എന്തു തന്നെയായാലും വികസനത്തിന് വേണ്ടി നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമാണ് ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.